വൈദ്യൻ കുരങ്ങന്റെ വാല് മുറിച്ച കഥ പറയാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പണ്ട് പണ്ട് ഒരിടത്ത് ഒരു കുരങ്ങനുണ്ടായിരുന്നു. ഒരു ദിവസം അവൻ മരത്തിൽ നിന്നും താഴെ വീണു. അപ്പോൾ അവന്റെ വാലിൽ ഒരു മുള്ളു കുത്തിക്കേറി. അവൻ ഒരു വൈദ്യന്റെ അടുത്തു പോയി. വൈദ്യൻ എന്നു വച്ചാൽ ആരാന്ന് മനസ്സിലായോ? ഇന്നത്തെ ഡോക്ടർ തന്നെ. മുള്ള് എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ കത്തികൊണ്ട് വാൽ ശകലം മുറിഞ്ഞുപോയി. കുരങ്ങന് വല്ലാണ്ട് ദേഷ്യവും സങ്കടവും ഒക്കെയായി. കുരങ്ങൻ വൈദ്യനോട് പറഞ്ഞു, ഒന്നുകിൽ എന്റെ വാൽ പഴയതുപോലെ വച്ചു തരണം, അല്ലെങ്കിൽ വാൽ മുറിച്ച് ആ കത്തി തരണം എന്നു. വൈദ്യൻ കത്തി കൊടുത്തു. കത്തിയുമായി കുരങ്ങൻ കുറെ ദൂരം നടന്നു. അപ്പോൾ കുറെ കുട്ടികൾ കല്ലുകളും കമ്പുകളും കൊണ്ട് മാമ്പഴം എറിഞ്ഞിടാൻ ശ്രമിക്കുന്നത് കണ്ടു. കുരങ്ങൻ ആ മക്കളുടെ അടുത്തു ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒന്നും എറിഞ്ഞാൽ മാമ്പഴം വീഴില്ല, ഈ കത്തി കൊണ്ട് എറിഞ്ഞു നോക്കൂ എന്നു. കുട്ടികൾക്ക് സന്തോഷമായി. അവർ കത്തി വാങ്ങി എറിഞ്ഞു. കുല കുലയായി മാമ്പഴങ്ങൾ വീണു. പക്ഷേ എന്തുണ്ടായി? കത്തി മാവിന്റെ മുകളിൽ തറച്ചിരുന്നുപോയി. വീണ്ടും കുരങ്ങച്ചാർക്ക് വിഷമവും ദേഷ്യവും ഒക്കെയായി. കുരങ്ങൻ പറഞ്ഞു, ഒന്നുകിൽ കത്തി തരണം, ഇല്ലെങ്കിൽ ഈ മാമ്പഴം മുഴുവനും തരണം എന്നു. കുട്ടികൾ തർക്കിച്ചു, കരഞ്ഞു. തരില്ല എന്നു പറഞ്ഞു. കുരങ്ങനും വിട്ടില്ല. ഒടുവിൽ ഒരു കുല മാമ്പഴം കൊടുത്ത് അവർ കുരങ്ങനെ പറഞ്ഞുവിട്ടു. മാമ്പഴവുമായി പോകുന്ന കുരങ്ങനെ മുറ്റമടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി കണ്ടു. വല്ലാണ്ട് വിശന്നിരുന്ന അവൾ കുരങ്ങനോട് ചോദിച്ചു, ആ മാമ്പഴം എനിക്ക് തരുമോ കുരങ്ങ എന്നു. മാമ്പഴം കൊടുത്തിട്ട് ആ പെണ്ണ് അത് തിന്നു തീരുന്നതുവരെ കുരങ്ങൻ അത് നോക്കി നിന്നു. കുരങ്ങൻ ഉടൻ ബഹളം തുടങ്ങി, ഒന്നുകിൽ മാമ്പഴം തന്നേ പറ്റൂ, അല്ലെങ്കിൽ നീ എന്റെ കൂടെ വന്നേ പറ്റൂ. അവന്റെ ബഹളം സഹിക്കാതെ പെൺകുട്ടി കുരങ്ങന്റെ കൂടെ പോയി. കുരങ്ങനും പെൺകുട്ടിയും കൂടെ കുറെ ദൂരം നടന്നപ്പോൾ ഒരു എണ്ണയാട്ടുന്ന ആൾ തനിയെ ചക്കുന്നുന്നത് കണ്ടു. അയാളെ ഒന്നു സഹായിക്കാൻ കുരങ്ങൻ പെൺകുട്ടിയോട് പറഞ്ഞു. പെൺകുട്ടി അവനെ ചക്കുന്നുന്നതിനു സഹായിച്ചു കൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞു പോകാനായി കുരങ്ങൻ ആ കുട്ടിയെ വിളിച്ചു. അപ്പോൾ എണ്ണക്കാരൻ പറഞ്ഞു, ജോലി ചെയ്യാൻ നല്ലപോലെ സഹായിക്കുന്ന ഇവളെ എനിക്ക് വേണം, പകരം നിനക്കു ഞാൻ കുറെ എണ്ണ തരാം എന്നു. കുരങ്ങൻ സമ്മതിച്ചു. അയാൾ കൊടുത്ത എണ്ണയുമായി കുരങ്ങൻ വീണ്ടും നടന്നു. എണ്ണയുമായി നടന്ന കുരങ്ങൻ ഒരു അമ്മൂമ്മ എണ്ണയില്ലതെയിരുന്നു ദോശ ചുടുന്നത് കണ്ടു. ഉടനെ നമ്മുടെ കുരങ്ങൻ അമ്മൂമ്മയോട് പറഞ്ഞു, അമ്മൂമ്മ ഇതാ ഈ എണ്ണ പുരട്ടി നന്നായി ദോശ ഉണ്ടാക്കൂ എന്നു. അമ്മൂമ്മക്കു സന്തോഷമായി. ആ എണ്ണ പുരട്ടി അമ്മൂമ്മ കുറെ ദോശ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ എന്തു പറ്റി? എണ്ണയെങ്ങു തീർന്നു പോയി. കുരങ്ങന്റെ ഭാവം മാറിയില്ലേ? എനിക്കെന്നെ എണ്ണത, അല്ലെങ്കിൽ ആ ദോശതാ. കുരങ്ങൻ ദേഷ്യം വന്നു വളരെ ഉച്ചത്തിൽ അലറാൻ തുടങ്ങി. ശല്യം സഹിക്കവയ്യതെ അമ്മൂമ്മ ദോശ മുഴുവനും കുരങ്ങനു കൊടുത്തു. ദോശയുമായി അവൻ കുറെ ദൂരം നടന്നപ്പോൾ ഒരു ചെണ്ടക്കാരൻ വിശന്നു തളർന്ന് നിന്ന് ചെണ്ട കൊട്ടുന്നു. ദോശ കണ്ടതും ചെണ്ടക്കാരൻ ചോദിച്ചു, മോനെ മങ്കീഷ, ആ ദോശ എനിക്ക് തരാമോ? വല്ലാതെ വിശക്കുന്നു എന്നു. കുരങ്ങൻ ദോശ കൊടുത്തു. അയാൾ അത് ആർത്തിയോടെ കഴിക്കുന്നത് നോക്കി കുരങ്ങൻ അയാളുടെ അടുത്തിരുന്നു. അയാൾ ദോശ തിന്നു കഴിഞ്ഞപ്പോൾ കുരങ്ങൻ പറഞ്ഞു, ഞാൻ എന്റെ ആഹാരമാണ് നിനക്കു തന്നത്, പകരം നീ എനിക്ക് ആ ചെണ്ട ഒന്നു കൊട്ടാൻ തരുമോ എന്നു. അയാൾ ചെണ്ട കുരങ്ങനു കൊട്ടാൻ കൊടുത്തു. കുരങ്ങൻ ചെണ്ട കൊട്ടി കാട്ടിലേക്ക് ഓടിപ്പോയി. വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്.